മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് മാർക്കസ് റാഷ്ഫോർഡിന്റെ ന്യൂസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ യുണൈറ്റഡിന്റെ ടീം ഇന്ന് ലോണിലൂടെ ആസ്റ്റൺ വില്ലയിലേക്ക് പോയി. ആസ്റ്റൺ വില്ലയിലെ ലോൺ പീരീഡ് കഴിഞ്ഞിട്ട് ഇനി തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ യുണൈറ്റഡിനില്ല. ഇപ്പൊ യുണൈറ്റഡ് 40 മില്യന്റെ ഒരു പ്രൈസ് ടാഗ് റാഷ്ഫോർഡിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ ഫസ്റ്റ് പ്രിഫറൻസ് ബാഴ്സലോണ ആണെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു സംശയം, ബാഴ്സയിൽ ഏത് പൊസിഷനിൽ പുള്ളിക്ക് ഫസ്റ്റ് ലെവലിൽ ഇറങ്ങാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം യമാലായാലും റഫീഞ്ഞ ആയാലും നല്ല ഫോമിൽ ആ സെറ്റപ്പിൽ കളിക്കുന്നുണ്ട്. ചിലപ്പം ഫോർമേഷനിൽ സ്ലൈറ്റ് ചേഞ്ച് ഒക്കെ വരുത്തിയിട്ട് പുള്ളിയുടെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം നടത്തുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഇല്ലെങ്കിൽ ഒരു സൂപ്പർ സബൊക്കെ ആയിട്ട് അവിടെ കളിക്കാൻ ഇറങ്ങുന്ന റാഷ്ഫോർഡിനെ നമുക്ക് കാണേണ്ടി വരും. എന്തായാലും ബാഴ്സയുടെ ഷോർട്ട് ലിസ്റ്റിൽ റാഷ്ഫോർഡ് ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. പുള്ളിയെ സൈൻ ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. മറ്റൊരു ന്യൂസ് വരുന്നത് ലിവർപൂളിന്റെ സൈഡിൽ നിന്നാണ്. ഇപ്പൊ മിലോസ് കെർക്കസ് ലിവർപൂളിലേക്ക് വരുന്നു എന്നുള്ള വാർത്ത ഫെബ്രിസിയോ റൊമാനോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബോൺമൗത്തിന് വേണ്ടിയിട്ട് ലെഫ്റ്റ് ബാക്ക് ആയിട്ടോ അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ് ബാക്ക് ആയിട്ടോ കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. നമുക്കറിയാം ആൻഡി റോബർട്ട്സൺ, ടിമിക്കാസ്, ഇവർ രണ്ടുപേരുമാണ് ലിവർപൂളിന്റെ ഇപ്പോഴത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അവർ പലപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ലിവർപൂളിന് വേണ്ടി കൊണ്ടുവരുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപമുണ്ട്. മിസ്റ്റേക്കുകൾ വരുത്തുന്നു, ഏജിങ്ങിന്റെ പ്രശ്നമുണ്ട്, ഇഞ്ചുറി വലിയൊരു കൺസേൺ ആണ്. അപ്പോൾ ലെഫ്റ്റ് ബാക്ക് ഒന്നുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടി ലിവർപൂൾ കളത്തിൽ ഇറങ്ങുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ലിവർപൂളും ബോൺമൗത്തുമായിട്ട് ഒരു വെർബൽ ഡിസ്കഷൻ നടക്കുന്നു എന്നുള്ള വാർത്ത കൺഫേം ആയി കഴിഞ്ഞു. പേഴ്സണൽ അഗ്രിമെന്റ് ഒക്കെ ഓൾറെഡി ഓക്കെ ആണ്. എന്തായാലും ലിവർപൂള് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഒരു ചലനം നടത്തുന്നുണ്ട്. കാരണം 3 പ്ലേയേഴ്സിനെ ഓൾറെഡി അവർ ടാർഗറ്റ് ചെയ്തു, 2 പ്ലേയേഴ്സിനെ ഓൾമോസ്റ്റ് സൈൻ ചെയ്തു, 3ാമത്തെ പ്ലെയറിന്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ 3 ദിവസം മാത്രമേ ഈ വിൻഡോ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ളൂ. ആ സമയത്തിനുള്ളിൽ തന്നെ ഈ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ നടന്നു എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് സീസണെയാണ് കാണിക്കുന്നത്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ജോർജിനിയോയുടെ ആർസണൽ എക്സിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആർസണലിൽ നിന്നും ഫ്രീ ഏജന്റ് ആയിട്ട് ജോർജിനിയോ പോയിട്ടുണ്ട്. ഫ്ലെമിംഗോയിലെ ഒരു ന്യൂ പ്ലെയർ ആയിട്ട് ജോർജിനിയോ ജോയിൻ ചെയ്തു. ആ ഒരു പൊസിഷനിലേക്ക് സുബമണ്ടി വരുന്നു എന്നുള്ള കാര്യം കൺഫേം ആയി കഴിഞ്ഞു. അപ്പൊ പാറ്റെ സുബമണ്ടിയുടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും അടുത്ത സീസണിൽ കാണാൻ പോകുന്നത്. നമുക്കറിയാം ആ ഒരു പൊസിഷൻ ആർട്ടറ്റയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്. സുബമണ്ടി ആർസണലിൽ പെർഫോം ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തായാലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് പുള്ളിക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൈഡിൽ നിന്നാണ്. ഇപ്പോ റയൻ ചെർക്കിയെ സിറ്റി സൈൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള റൂമർ പല സൈഡിൽ നിന്നും കേൾക്കുന്നുണ്ട്. ഇപ്പൊ ലിയോന്റെ ഒരു വിങ്ങർ ആയിട്ട് കളിക്കുന്ന പ്ലെയർ ആണ്. ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒക്കെ റയൻ ചെർക്കിയുടെ പെർഫോമൻസ് നിങ്ങളെല്ലാവരും കണ്ടു കാണും, ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പുള്ളിയുടെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഡ്രിബ്ലിങ്ങും ഒരു എൻഡ് ഷോട്ടൊക്കെ ഉണ്ട്. അതെങ്ങാൻ ഗോളായിരുന്നെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഗോൾ ഇൻ ദ ഹിസ്റ്ററി ഒക്കെ ആവേണ്ട സിറ്റുവേഷൻ ആയിരുന്നു. 1-on-1 ഡ്രിബിൾ ചെയ്യാൻ പറ്റുന്ന, ഒരു ടേക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉള്ള ഒരു പ്ലെയറാണ് റയൻ ചെർക്കി. ഇപ്പോൾ പെപ്പിന്റെ ഒരു ലിസ്റ്റിൽ പുള്ളി ഉണ്ട് എന്നുള്ള കാര്യം ഏതാണ്ട് കൺഫേം ആയി കഴിഞ്ഞു. മൗത്ത് വാട്ടറിങ് എന്ന് പറയുന്നത് പുള്ളിയുടെ പ്രൈസ് ടാഗ് ആണ്. 20 to 25 മില്യന്റെ ഒരു പ്രൈസ് ടാഗ് ആണ് റയൻ ചെർക്കിക്കുള്ളത്. ശരിക്കും പറഞ്ഞാൽ ആ പ്രൈസ് ടാഗ് വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ സ്റ്റീൽ എന്ന് പറയേണ്ടി വരും. എന്തായാലും ചെർക്കി സിറ്റിയിലേക്ക് വരുമോ എന്ന് നമുക്ക് ഇനിയും കാത്തിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. മറ്റു പല റൂമേഴ്സും നമ്മൾ കേൾക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.